നമസ്കാരം, കുട്ടികൾക്ക് സുമൻ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടു സേ റെഗുലർ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുതിയ ചോദ്യമാണ് ഫ്രം ഇന്റഗ്രേഷൻ. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള നമ്മുടെ പ്ലസ് ടുവിലെ ചാപ്റ്റർ ആണ് ഇന്റഗ്രേഷൻ. പല കുട്ടികൾക്കും ഇതിന്റെ പ്രോബ്ലംസുകൾ ചെയ്യാൻ അത്ര ഇഷ്ടമല്ല, ഈസി അല്ല. പക്ഷെ നമ്മുടെ എക്സാമിന് ഒരിക്കലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ അതേപടി വരും എന്ന് പ്രതീക്ഷിക്കല്. പുതിയ ചോദ്യങ്ങളുമായിട്ടായിരിക്കും ഈ വർഷത്തെ എക്സാമിന്റെ വരവ്. ആ രീതിയിൽ കൂടെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, അതിന്റെ ഭാഗം എന്നോണാണ് നമ്മൾ ഇങ്ങനത്തെ പുതിയ ചോദ്യങ്ങൾ തരുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടായിരിക്കും, ഏറ്റവും നല്ല ചോദ്യങ്ങൾ. മാക്സിമം നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഓൺലൈൻ ക്ലാസ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാത്സിനെ പിന്നെ പേടിക്കാതെ എക്സാമിന് എത്താൻ പറ്റും. പുതിയ ചോദ്യങ്ങളും പഴയ ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടെ ക്വസ്റ്റ്യൻ പാക്കേജ്, ഇക്വേഷൻ ബുക്കിലെറ്റ് എല്ലാം ഉൾപ്പെടെയുള്ള ക്ലാസ് ആണ് നമുക്ക് കിട്ടുന്നത്. താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്റഗ്രൽ tan square x into sec square x divided by 9 minus tan raised to 6x dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് കാണുമ്പോൾ നമുക്ക് അത്ര ഈസി അല്ല. ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത് ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ്, അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് പഠിച്ചിട്ടുള്ള ഏത് റിസൾട്ടുമായിട്ടാകും എന്നുള്ളതാണ്. ഇത് നമ്മൾ രണ്ട് ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഓക്കെ. രണ്ടാമത്തെ 1 ക്വാഡ്രാറ്റിക്. നമ്മൾ പഠിച്ചായിരുന്നു ആ ഒരു 6 റിസൾട്ട്. 1 x square minus a square, 1 a square minus x square, 1 x square plus a square. ഇങ്ങനെ പറയുന്ന 6 റിസൾട്ട് ഉണ്ട്. ഈ 6 റിസൾട്ടിനുള്ളിലെ ഏതെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് എക്സാമിന് ഉറപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കറിയാം ഈ 9 കണ്ടാൽ നമ്മൾ ഒത്തിരി എഴുതിയിട്ടുള്ള 3 സ്ക്വയർ, 6 4 സ്ക്വയർ, അല്ലേ? അപ്പോൾ ഇയാളെ നിങ്ങൾ സ്ക്വയറിൽ എഴുതി കഴിഞ്ഞാൽ 1 എന്നുള്ള രീതിയിൽ കൂടെ a square minus x square ഫോമിലോട്ട് മാറ്റാം. ഇനി ഇയാളെ കണ്ടു കഴിഞ്ഞാലാണ് പ്രോബ്ലം. ഇയാളെ എന്ത് ചെയ്യുമെന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ tan squared x into sec squared x അതേപോലെ എഴുതി. 9 മൈനസ് tan raised to 6 ഞാൻ ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. tan cube x the whole square. tan cube whole square 3 into 2 എത്ര മോനെ? 6 ആണ്. ഓക്കെ, എന്നിട്ട് ഈ tan cube x വേണം നമ്മുടെ u എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. ദാറ്റ് ഈസ് tan cube x is equal to u. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3 into tan cube x ന്റെ ഡെറിവേറ്റീവ് എത്ര മോനെ? 3 tan square x. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് എത്ര? 3x square. ഇപ്പൊ tan ക്യൂബിന്റെ ഡെറിവേറ്റീവ് എത്ര മോനെ? 3 tan square. ഓക്കെ, 3 tan square x. പിന്നാണ് tan x ന്റെ ആരെന്ന് എഴുതണം മോനെ? sec square x dx is equal എത്രയാണ്? du. ഇങ്ങനെ വേണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇപ്പൊ tan cube x ന്റെ ഡെറിവേറ്റീവ് എത്ര മോനെ? 3 tan square x into sec square x. ഇതിങ്ങനെ വരണം കേട്ടോ. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ നിന്ന് ശരിയായിട്ട് തോന്നും, പക്ഷെ തന്നെ ആലോചിക്കുമ്പോൾ കിട്ടത്തുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്ര കിട്ടി. ഇവിടെ നോക്കിക്കേ, tan square x into sec square x എന്നാ നമുക്ക് ഇവിടെ കിട്ടി 3 tan square x sec square x. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും മാത്രം നമുക്ക് മതി കേട്ടോ. ക്വസ്റ്റ്യന്റെ ടൈം ആണല്ലോ ഇത്രയും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ that is tan squared x into sec square x dx is equal to du by 3. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് നോക്കണം, ഇത്രയും ആരൊക്കെയാ? ഇത്രയും ടേം ചേർന്ന് ആരായിട്ട് മാറി മോനെ? du by 3 ആയിട്ട് മാറി. ഓക്കെ, ഇത്രയും ചേർന്ന് du by 3 ആയി. ഇനി എല്ലാവരും ഇല്ല, എല്ലാം കൂടെ ചേർന്ന് du by 3 ആയി കഴിഞ്ഞാൽ പിന്നെ 1/9 എന്നുള്ളതിനെ നമുക്ക് ആരെന്ന് എഴുതാം മോനെ? 3 സ്ക്വയർ. tan cube x u ആ. ഇപ്പൊ tan cube x സ്ക്വയർ വന്നാൽ u സ്ക്വയർ. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇപ്പൊ കണ്ടവനെ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് ആയി. 1/3 പുറത്തു വരാം. 1/3 പുറത്തു വന്നു. ബാക്കി 1/3 സ്ക്വയർ മൈനസ് യു സ്ക്വയർ du. 1/3 സ്ക്വയർ മൈനസ് യു സ്ക്വയർ 1/a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓർമ്മയുണ്ടെങ്കിൽ എളുപ്പം എന്ന് പറഞ്ഞു. 1/a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, 1/a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇന്റഗ്രൽ 1/2a log a plus x by a minus x. ഓക്കെ, അതാണ് 1/2a log a plus x divided by a minus x. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വരുമ്പോൾ മോനെ ഈ എയുടെ പ്ലേസിൽ ആരാ മോനെ? 3 ആ. ഈ എക്സിന്റെ പ്ലേസിൽ ആരാ മോനെ? u. അത്രയേ ഉള്ളൂ, അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ പിന്നെ അല്ല. ഓക്കെ, അപ്പൊ ആൻസർ വരുമ്പോൾ 1/3 into നോക്കിക്കേ 1/2a, that is 1/2 into 3. ഇവിടെ എയുടെ പ്ലേസിൽ ആരാ മോനെ? 3 ആണല്ലോ. അപ്പൊ 1/2a എന്ന് പറയുമ്പോൾ 1/2 into 3 log a plus x. ഇവിടെ a എന്ന് പറഞ്ഞാൽ 3 ആണ്. ദാറ്റ് ഈസ് 3 പ്ലസ് x അല്ല, ഇവിടെ u ആണ്. ബൈ 3 മൈനസ് x എന്ന് പറയുമ്പോൾ 3 മൈനസ് u. ആൻസർ വരുമ്പോൾ 1/18 into log of 3 പ്ലസ് u ന്റെ പ്ലേസിൽ ഫൈനലി നമ്മൾ ആരെന്ന് കൊടുക്കണം മോനെ? tan cube x. ഓക്കെ, അപ്പൊ 3 പ്ലസ് tan cube x ബൈ 3 മൈനസ് tan cube x. പരിപാടി കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞുവെങ്കിലും ഇതൊന്ന് പഠിച്ചെടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് സമയം എടുക്കും.
ഇതിനൊക്കെ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പണി പാടും. ഓക്കെ, അപ്പോൾ നല്ലൊരു പുതിയ ചോദ്യമായിട്ടാണ് വന്നത്. ഇതേപോലെ ഒത്തിരി ക്വസ്റ്റൻസുകളുണ്ട്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാക്സിമം നിങ്ങളതൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.